കർത്താവിന്റെ അതിവശമായി നാം വാഴ്ത്തപ്പെട്ടു. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. എഫേസ്യർക്ക് ലേഖനം 3-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ. വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അതിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. പൗലോസിന്റെ അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ഈ അതിശക്തമായ ഈ പ്രാർത്ഥനയ്ക്കകത്ത് പൗലോസ് ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്താണ്? വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഹല്ലേലൂയ വസിക്കേണ്ടതിനുള്ള വരം ലഭിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ വരം നൽകാൻ വേണ്ടിയിട്ട് പൗലോസ് പ്രാർത്ഥിക്കുക. എന്താണ്? വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പറഞ്ഞു നോക്കിയാട്ടെ, വിശ്വാസത്താൽ ക്രിസ്തു എന്റെ ഹൃദയത്തിൽ വസിക്കണം. നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു നോക്കിയാട്ടെ. എന്നിട്ട് ഇന്ന് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്നുണ്ടോ? അവന്റെ തേജസ്സിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിറവായിരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ എവിടെ പോയാലും, എവിടെ യാത്ര ചെയ്താലും, ഏത് ജോലി മേഖലയിലായിരുന്നാലും, ഏത് സാഹചര്യം നിങ്ങൾ എത്തിയാലും ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളുടെ സംസാരിക്കുമ്പോൾ, നിങ്ങൾ ഇടപെടുമ്പോൾ, നിങ്ങളുടെ ജോലി മേഖലയിൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ എന്നെല്ലാം നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇല്ല എങ്കിൽ ക്രിസ്തു തന്റെ തേജസ്സോടുകൂടി വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ ഇടം കൊടുക്കണം നിങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് അവൻ വസിക്കുവാനായി നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിച്ചു കൊടുക്കണം. അപ്പം വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എഫേസ്യ ലേഖനം 3-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 14 തൊട്ടുള്ള വാക്യമാണെന്ന് ചിന്തയ്ക്ക് ആധാരമായി കിടക്കുന്ന 19 വരെയുള്ള വാക്യങ്ങൾ. എന്താണ്? അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അപ്പൊ നിങ്ങളുടെ അകത്തെ മനുഷ്യനാണ് ബലപ്പെടേണ്ടത്. ഹല്ലേലൂയ. ക്രിസ്തു വിശ്വാസത്താൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാനുള്ള വരം ലഭിക്കുവാൻ പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മൾ കാണുന്ന 4 ചുമരുകെട്ടിനകത്തല്ല യേശു വസിക്കുന്നത്. മനുഷ്യൻ എല്ലാവർക്കും പള്ളിയുണ്ട് എന്ന് അവകാശപ്പെടുന്നു. ഞങ്ങളുടെ പള്ളി, അവരുടെ പള്ളി, നിങ്ങളുടെ പള്ളി, നമ്മുടെ പള്ളി, അങ്ങനെ ഒരുപാട് പള്ളികളുണ്ട്. ഈ പള്ളികൾ എന്ന് പറയുന്നതെല്ലാം മനുഷ്യൻ ഒന്നിച്ചു കൂടി വന്ന് സമ്മേളിക്കുവാനും അവരുടെ ആശയവിനിമയങ്ങൾ ചർച്ച ചെയ്യുവാനും ഒന്നിച്ച് കാണുവാനും ഒക്കെ കൂട്ടായ്മ ഒരു സ്ഥലം ആ പള്ളി എന്ന് പറയുന്നത്. ആ 4 ചുമരുകെട്ടുകൾക്കകത്തൊരിക്കലും കർത്താവ് വസിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കപ്പേളകൾക്കകത്തും ദൈവം വസിക്കുന്നില്ല. ഹല്ലേലൂയ. ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തി. അതുകൊണ്ട് പറയുന്നത്, പൗലോസിന്റെ പ്രാർത്ഥനയിലേക്ക് വന്നപ്പോഴാണ് എന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ കാരണമായി. എന്താ? വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനുള്ള വരം ലഭിക്കുവാൻ വേണ്ടി സകല ക്രൈസ്തവ ജനങ്ങൾ, ലോകത്തിലുള്ള സകല ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകലരും പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് ക്രിസ്തു വിശ്വാസത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ. അല്ലാതെ 4 ചുമരുകെട്ടിനകത്തല്ല അതിൽ ദൈവം വസിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. പഴയ നിയമത്തിൽ ആശ്ചര്യമായ ദൈവാലയത്തിന് അനവധി അല്ലെങ്കിൽ പ്രാധാന്യം ഉണ്ടായിരുന്നു. സ്തോത്രം. ഇന്നത്തെ കാലഘട്ടത്തിൽ ആശ്ചര്യമായ ഇതെല്ലാം ദേവാലയം എന്നായി പറയാം. ദേവാലയം. നമ്മൾ ഈ ഭൂമിയിൽ എവിടെ നോക്കിയാലും എല്ലാവരും ദേവാലയം.
ദേവാലയം എന്ന് പറയുമ്പോൾ അത് ദേവൻ വസിക്കുന്ന സ്ഥലം. ഹല്ലേലൂയ. വേദപുസ്തകം പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ ആലയം. ദൈവത്തിന്റെ ആലയം എന്ന് പറയുമ്പോൾ ദൈവം വസിക്കുന്ന സ്ഥലം. അപ്പം ദേവാലയമുണ്ട്, ദൈവത്തിന്റെ ആലയമുണ്ട്. വേദപുസ്തകം മുഴുവൻ പറയുന്നത് ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ചാണ്. അപ്പം ഇവിടെ ക്രിസ്തു, ആ വിശ്വാസത്തിൽ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന നമ്മുടെ ഈ മൺകൂടാരത്തെ ദൈവം സ്നേഹിപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനു വേണ്ടിയിട്ടാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ വേദപുസ്തകം തന്നെ തെളിവാണ്. അതുകൊണ്ടാണ് ഈ പൗലോസ് തന്നെ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പം ദൈവത്തിന്റെ മന്ദിരമാരാണ് നമ്മൾ ഓരോരുത്തരുമാണ്. ദൈവത്തിന്റെ മന്ദിരമാകുന്ന ഈ ശരീരത്തിൽ, ഈ കൂടാരത്തിൽ നമ്മുടെ ദൈവം വസിക്കണം. വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ഈ ശരീരമാകുന്ന മന്ദിരത്തിൽ വസിക്കണം. അതിനു വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ സംസാരിക്കുന്നത് കേട്ട് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നു എന്ന് തോന്നിയാൽ ഞാൻ ഈ പറഞ്ഞ വേദപുസ്തക വാക്യങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ കിടപ്പുണ്ട്, നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. ഈ ബൈബിൾ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് എടുത്ത് നോക്കി ഇതൊക്കെ അവിടെ കാണാൻ കഴിയും. അപ്പം ദൈവത്തിന്റെ മന്ദിരം നമ്മളാണ്. അപ്പം വിശ്വാസത്തെ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുവാൻ വേണ്ടി നാം ദൈവത്തോട് ആ വരം ലഭിക്കുവാൻ വേണ്ടി പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരമാകുന്ന കൂടാരത്തിൽ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഒരിക്കലും പാപത്തിലേക്ക് പോകത്തില്ല, പാപ സ്വഭാവത്തിലേക്ക് പോകത്തില്ല. ഈ ലോകത്തിന് ഒരു സുഖലോലുപമായ ജീവിതത്തിലേക്ക് മനുഷ്യൻ പോകത്തില്ല. ദൈവത്തിന്റെ അല്ലെങ്കിൽ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെങ്കിൽ, ദൈവമാണ് നിങ്ങളുടെ ഹൃദയമാകുന്ന മന്ദിരത്തിൽ വസിക്കുന്നതെങ്കിൽ നിങ്ങൾ ബീവറേജിന്റെ മുമ്പിൽ പോയി ക്യൂ നിൽക്കത്തില്ല, കള്ളുഷാപ്പിൽ പോയി ഇരിക്കത്തില്ല, ബാറിൽ പോയി ഇരിക്കത്തില്ല, അടിപിടി കൂട്ടത്തില്ല, നിങ്ങൾ ഒരു അശ്ലീലമായ മാർഗത്തിലും പോകത്തില്ല. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ. കാരണം ആ മന്ദിരത്തിൽ ദൈവമുണ്ട്. ദൈവത്തിന്റെ മന്ദിരമല്ലാത്തത് കൊണ്ടും ചെടിയന്മാർ വസിക്കുന്ന ഇടമായതുകൊണ്ടുമാണ് നിങ്ങൾ പല സ്ഥലത്തും പോയി നിൽക്കുന്നത് നിങ്ങളെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് മടങ്ങി വരണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ മന്ദിരമായിരിക്കുന്ന ജനത്തെ മാത്രം, വിശ്വാസത്താൽ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്നവർക്ക് മാത്രമേ നിത്യതയിലെത്താൻ കഴിയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണ്ട് ആരാണ്ട് എങ്ങനെയോ ഒന്ന് സംസാരിച്ചതുപോലെ കേൾക്കുന്നു. ഹല്ലേലൂയ. അടുത്തൊരു ജന്മം ഈ ഭൂമിയിൽ കിട്ടിയാൽ ഒരു ബ്രാഹ്മണനായി ജനിക്കണമെന്ന്, ഊണൂരിട്ട് നടക്കുന്ന ഒരു ബ്രാഹ്മണനായി ജനിക്കണമെന്ന് ആരോ പറഞ്ഞു. ഹല്ലേലൂയ. ഞാനതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, അടുത്തൊരു ജന്മം എന്ന് പറയുന്നത് നമുക്ക് ഈ ഭൂമിയിലില്ല. ഈ ഭൂമിയിൽ ഒറ്റ ജീവിതം, ഒരിക്കൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ, ഈ ഭൂമിയിലൂടെ കടന്നു പോകാൻ പറ്റത്തുള്ളൂ, ഈ ഭൂമിയിൽ വസിക്കാൻ പറ്റത്തുള്ളൂ. രണ്ടാമതൊരു ജന്മം എടുത്ത് ഈ ഭൂമിയിലേക്ക് വരാൻ പറ്റത്തില്ല. മനുഷ്യന്റെ മരണത്തോടുകൂടി ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കും. മരണാനന്തര ഒരു ജീവിതമുണ്ട്. ആ മരണാനന്തര ജീവിതം ദൈവം ഭൂമിയിൽ വെച്ച് നമ്മളെ മനസ്സിലാക്കി നാം ദൈവത്തിന്റെ മന്ദിരമായി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമായി, ദൈവത്തിന്റെ പ്രസാദമുള്ളവരായി വിശ്വാസത്തെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിച്ച് നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം അവസാനിക്കും. മരണത്തോടുകൂടി അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനോടുകൂടി രൂപാന്തരപ്പെടുമ്പോൾ വിശുദ്ധന്മാർക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാം. ഇവിടെ ഒരു അടുത്ത ജന്മം പറഞ്ഞിരിക്കുന്നവർക്കൊക്കെ നരകത്തിലും ചെല്ലാം. അതിനാണ് സ്വർഗവും നരകവും ഒക്കെ വെച്ചിരിക്കുന്നത്. വിവേകശൂന്യമായ ഹൃദയങ്ങളുടെ അകത്ത്, ഇരുളഞ്ഞു കിടക്കുന്ന ഹൃദയത്തിന്റെ അകത്ത് ദൈവിക പ്രകാശം വന്നെങ്കിൽ മാത്രമേ വിശ്വാസത്തെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന തിരിച്ചറിവ് വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായി നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പം വിശ്വാസത്തിൽ ഹല്ലേലൂയ ക്രിസ്തു, ഹല്ലേലൂയ വിശ്വാസത്തിൽ ക്രിസ്തു, ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? വസിക്കണം. ക്രിസ്തു ഹല്ലേലൂയ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. അതിന് വല്ലപ്പോഴും ഒന്ന് വേദപുസ്തകമെങ്കിലും വായിക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലൊരു ശതമാനം ആളുകളും വേദപുസ്തകം ഒരു തവണ പോലും വായിച്ചിട്ടില്ലാത്തവരാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഞാൻ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എത്രയും ധൈര്യമായിട്ട് പറയാം. ഞാൻ വേദപുസ്തകം പെട്ടെന്ന് തുറന്നു നോക്കി എടുത്തൊരു വാക്യം കണ്ടിട്ട് ആ വാക്യം ഇഷ്ടപ്പെട്ടില്ല, അടുത്ത പേജ് നോക്കുക, അതും ഇഷ്ടം അടുത്ത പേജ് നോക്കുക.
അങ്ങനെ തുറന്നു വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ പലരും ഒന്നിനോട് താന്ത പുസ്തകം ഒന്നിനോട് താന്ത പുസ്തകം 1-ാം അധ്യായം 1 തൊട്ട് 2 തൊട്ട് 3 തൊട്ട് 4 വരെ വായിച്ച് 5 വായിച്ച് അങ്ങനെ 7 വരെ വായിച്ചിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എല്ലാം ജനിപ്പിച്ചു എന്നാ. അപ്പം വീണ്ടും മറിക്കാൻ തുടങ്ങും. അങ്ങനെ മറിച്ച് വന്നപ്പോഴാണ് എവിടെയെങ്കിലും ഒരു വാക്യം കിട്ടിയത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വംശാവലിയൊക്കെ കുറിച്ച് കിട്ടുന്ന ആ പേജ് അടയ്ക്കും. ചിലവർ വേദപുസ്തകം ആദ്യം തുറക്കം കിട്ടുന്ന വാക്യം എടുത്ത് വായിക്കണം. അത് വംശാവലി കിട്ടുന്നെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും മനസ്സിലാകത്തുമില്ല. വായിച്ചാൽ ഒന്നും തൊട്ട് മനസ്സിലാകത്തില്ല. പിന്നെ അത് വെച്ചെന്ത് പ്രാർത്ഥിക്കും? ആദ്യോടൊന്ന് വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തൊട്ട് വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന വാക്യം വരെ ഒരു പലതവണയെങ്കിലും ആവർത്തിച്ച് വായിക്കണം. പ്രയോജനം ഹല്ലേലൂയ. രക്തം ചെയ്യും. എല്ലാം അറിയാം. ഞങ്ങൾക്കെല്ലാം അറിയാവുന്നേ. ഞങ്ങളെല്ലാം സമ്പൂർണ്ണരും തികഞ്ഞു വരുക. ഞങ്ങളെക്കുറിച്ച് പഠിപ്പിക്കണ്ട. ഞങ്ങൾക്ക് ആരുടെയും പഠനമൊന്നും വേണ്ട. ഞങ്ങൾക്ക് ആരുടെയും ക്ലാസ് ഒന്നും വേണ്ട. നിങ്ങൾ പൊക്കോ ഇവിടോട്ട് കയറണ്ട എന്നൊക്കെ പറയുന്ന മാന്യമിത്രങ്ങളെ എത്രയോ നമ്മൾ കണ്ടിരിക്കുന്നല്ലേ. അല്ലേലൂയ. സ്വഭാവം നിങ്ങളെ കുറച്ചൊന്നും പറയല്ല, കുറച്ച് കാണിക്കുന്നതല്ല. വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കാനുള്ള വരം ലഭിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന കാലം ഇനി അധികമില്ല, നാളുകൾ ഇനി അധികമില്ല. കർത്താവിന്റെ വരവിന്റെ എല്ലാ സംഭവങ്ങളും വെളിപ്പെടുത്തും. പ്രവാചക പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയത് ഒന്നിനു പുറകെ ഒന്നായി അനേക വാഗ്ദത്തങ്ങൾ നിറവേറിക്കഴിഞ്ഞ് ഇനിയുള്ളത് എത്രയും പെട്ടെന്ന് നിറവേറും. നമ്മുടെ കർത്താവ് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ വരും. അല്ലേരിയ. ഒന്നുകൂടെ പറഞ്ഞാൽ 1-ാം യാമത്തിലോ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ 4-ാം യാമത്തിലോ കർത്താവ് വരും. കർത്താവ് തന്റെ വിശുദ്ധന്മാരെ സഭയെ ചേർക്കാൻ വരുമ്പോൾ വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. രക്തം ചെയ്യും. മാത്രമല്ല നമ്മൾ ദൈവത്തിന്റെ മന്ദിരമായി മാറണം. പ്രൈസലോ. ഞാൻ പറഞ്ഞില്ല, ആക്ഷരിക ദൈവാലയം നല്ലതാണ്. നമുക്കെല്ലാം കൂടി വരുവാൻ അത് ആവശ്യമാണ്. നമ്മുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കണം. ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ച് പറയണം. ലേരിയ. ഒരു കൂട്ടായ്മ എപ്പോഴും നല്ലതാണ്. പക്ഷേ മന്ദിരം നീയാണ്. ഈ മന്ദിരം നീയാണ്. നിന്റെ ഹൃദയത്തിലാണ് ക്രിസ്തു വസിക്കേണ്ടത്. രക്തം ചെയ്യും. പ്രൈസലോ. ഞാനൊക്കെ ഇതൊക്കെ മനസ്സിലാക്കിയത് കാലങ്ങൾ കഴിഞ്ഞ ശേഷമാണ്. ഈ ഭൂമി ജനിച്ച് 10-36 വയസ്സ് വരെ ചുമ്മാ കള്ളുകുടിയനായിട്ട് നടക്കുകയായിരുന്നേ. കള്ളുകുടിയൻ, മയക്കുമരുന്ന് അടിമയായിട്ടൊക്കെ നടന്ന് ഞാൻ ദൈവത്തിന്റെ മന്ദിരമാണെന്ന് എനിക്ക് പോലും അറിയാം. ഇനി ആരും പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കത്തില്ല. നമ്മൾ തർക്കിക്കും. അല്ലെങ്കിൽ നമ്മൾ തർക്കിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് വേദപുസ്തകം വായിച്ചുള്ള അറിവിലല്ല നമ്മൾ തർക്കിക്കുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിന്റെ അറ്റവും വാലും മുറിയൊക്കെ പിടിച്ചിട്ട് പലരും തർക്കിക്കുന്നത്. ഇന്നും നിങ്ങൾ അങ്ങനെ തർക്കിക്കുന്ന ആളല്ലേ? വേദപുസ്തകം വായിച്ചിട്ട് തർക്കിക്കണം കേട്ടോ. എന്റെ എരിയ. രക്തം ചെയ്യും. അപ്പൊ എന്റെ 10-36 വയസ്സ് വരെയൊക്കെ ഞാനിങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട് ഞാനും തർക്കിക്കുമായിരുന്നു. പക്ഷെ ഒന്നും അറിയത്തില്ല. പക്ഷെ അറിയാൻ തുടങ്ങിയത് യേശു വിശ്വാസത്തിൽ എന്റെ ഹൃദയത്തിൽ വസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കർത്താവിനെ കുറിച്ച് അറിഞ്ഞത്. ഞാനാണ് അവന്റെ ഏറ്റവും അതിമനോഹരമായ മന്ദിരമെന്ന് മനസ്സിലായത്. പ്രയോജനം. അപ്പൊ നാം ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാകുന്ന വിശ്വാസികൾ ദൈവാത്മാവിന്റെ ഇരിപ്പിടമായിരിക്കേണ്ടതാണ്. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമായിരിക്കുന്ന വിശ്വാസികൾ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ഇരിപ്പിടമായിരിക്കേണ്ടതാണ്. നമ്മുടെ ഹൃദയത്തിന് ആയിരിക്കണം? ഹൃദയത്തിൽ യേശു ഇരിക്കണം. ഹല്ലേലൂയ. അതിനനുസൃതമായി ജ്ഞാനവും പരിശുദ്ധിയും അല്ലെങ്കിൽ ഐക്യമത്യവും നമ്മൾ വളരേണ്ടതാണ്. അതിന് നമുക്ക് ഹൃദയത്തിൽ ജ്ഞാനം വേണം, വിശുദ്ധി വേണം, പരിജ്ഞാനം വേണം. സ്നേഹത്തിൽ നമ്മൾ നടക്കണം. പ്രൈസലോ. അപ്പോസ്തലൻ ഓർപ്പിക്കുക. അതുകൊണ്ടാണ് ഹല്ലേലൂയ ഇതിന്റെ ചരിത്രം വായിച്ചപ്പോൾ ഞാനൊരു പാട്ടിന്റെ ലൈൻ അവിടെ എഴുതിയിട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: എന്നുള്ളമാകും മഹാദൈവാലയത്തിൽ നിന്നും പൊങ്ങും നിനക്ക് വന്ദനമെന്ന്. എന്നുള്ളമാകും മഹാദൈവാലയത്തിൽ നിന്നും പൊങ്ങും നിനക്ക് വന്ദനമെന്ന് പാട്ടുകാരൻ പാടിയത്. ഹല്ലേലൂയ. പോന്നോർത്തേക്ക് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മൾ എത്ര ശ്രേഷ്ഠനാ പ്രിയരെ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നാളുകളായി നീ കഷ്ടതയുടെ തീച്ചൂളയുടെ കടന്നുപോയല്ലേ. ജീവിതത്തിൽ നിരാശകൾ മാത്രം, പരാജയം മാത്രമല്ലേ നിനക്ക് ഉയരുവാൻ കഴിയാത്ത വിധത്തിൽ ജീവിതം തകർന്ന് തരിപ്പണമായിരിക്കുകയല്ലേ. ഹല്ലേലൂയ. നീ ജീവിതത്തിൽ മടുത്തു പോയിരിക്കുന്ന സാഹചര്യമല്ലേ. എന്തുകൊണ്ടാണ്? നിന്റെ ഹൃദയത്തിൽ ക്രിസ്തു ഇല്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. നീ പലതിനെ കുറിച്ച് പ്രതീക്ഷകൾ, പലതിനെ കുറിച്ച് നിനക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കുടുംബ ജീവിതം ആരംഭിച്ചപ്പോൾ കുടുംബത്തിനകത്ത് കുടുംബത്തെ കുറിച്ചൊക്കെ വളരെ പ്രതീക്ഷകളില്ലായിരുന്നു.
എന്റെ മക്കളെ കുറിച്ച് നിനക്ക് നല്ല പ്രതീക്ഷയില്ലായിരുന്നോ? എന്റെ ജോലിയിൽ നിനക്ക് നല്ല പ്രതീക്ഷയില്ലായിരുന്നോ? നിനക്ക് നാളുകൾ തോറും ഉയരണമെന്നുള്ള നല്ല പ്രതീക്ഷ നിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നോ? നീ ഓരോരോ സംരംഭം തുടങ്ങിയത് അതിനകത്ത് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ലേ? പക്ഷെ അതിലെല്ലാം നീ പരാജയപ്പെട്ടു പോയില്ലേ സഹോദരി? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്തുകൊണ്ടാണ് നീ പരാജയപ്പെട്ടു പോയത്? നിന്റെ ശരീരമാകുന്ന ജഡത്തിന്റെ ഇഷ്ടത്തിനനുസൃതമായി നീ ജീവിച്ചത് കൊണ്ടല്ലേ? വിശ്വാസത്തിൽ ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വസിക്കാതെ പോയതും നിന്റെ പരാജയത്തിന് കാരണമായി. രക്തം ചെയ്യും. ഇവിടെ പറയുന്നത് വിശ്വാസത്തിൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. സ്നേഹത്തിൽ വേരൂന്നി അല്ലേ? സ്നേഹമെന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നില്ല. ഒരു വൃക്ഷം വളരുന്നത് അതിന്റെ കൊമ്പുകൾ കൊണ്ടോ അതിന്റെ ഇലകൾ കൊണ്ടോ അതിൽ തളിരിടുന്ന തളിരലുകൾ കൊണ്ടോ പൂക്കൾ കൊണ്ടോ അതിലുണ്ടാകുന്ന ഫലങ്ങൾ കൊണ്ടോ അല്ല ഒരു വൃക്ഷം ആമി വളർച്ച പ്രാപിക്കുന്നത്. ഒരു വൃക്ഷം വളർച്ച പ്രാപിക്കുന്നത് എങ്ങനെയാ? അതിന്റെ വേരുകളിലൂടെയാണ്. അതിന്റെ വേരുകൾ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. നനവുള്ള സ്ഥലങ്ങളിലേക്ക് വൃക്ഷത്തിന്റെ വേരുകൾ പാഞ്ഞു ചെന്നിട്ട് അവിടെയുള്ള വെള്ളത്തെ വേരുകൾ വലിച്ചെടുത്ത് ആ വേരുകളിലൂടെ എത്തുന്ന ആ വെള്ളം ആ വൃക്ഷത്തിന് നന്നായി കിട്ടുമ്പോഴാണ് ആ വൃക്ഷം നല്ല തളിരിലയായിട്ട് പൂത്ത് നിൽക്കുന്നത്. അപ്പം വൃക്ഷം വളരുവാനും എന്റെ കാരണം എന്താ? അതിന്റെ വേരുകൾ ആഴത്തിലേക്ക് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അതിന്റെ വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിക്കണം. ഒരു മരം വേരൂന്നി ആഴത്തിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ അതിന്റെ വീതിയും നീളവും ഉയരവും ആഴവും ഒക്കെ നമ്മൾ ആ വൃക്ഷത്തെ കുറിച്ച് പഠിക്കണം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. അത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്നേഹത്താൽ ക്രിസ്തുവിൽ വേരൂന്നി വളരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ സ്നേഹത്തിന്റെ ആ വീതിയും നീളവും ഉയരവും ആഴവും ഒക്കെ എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ നമുക്ക് മുമ്പേ കടന്നുപോയ ആയിരക്കണക്കിന് വിശുദ്ധന്മാരോടുകൂടി ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന പരിജ്ഞാനം. ലോകപരിജ്ഞാനമുണ്ട് മനുഷ്യർക്ക്, ദൈവിക പരിജ്ഞാനമുണ്ട്. ലോകപരിജ്ഞാനം കൊണ്ട് ലോകക്കാരോടൊപ്പം ജീവിക്കാൻ കഴിയും, ദൈവിക പരിജ്ഞാനം കൊണ്ട് ദൈവത്തോടൊപ്പം ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ, അപ്പം ഇവിടെ പറഞ്ഞ നമ്മുടെ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാൻ പ്രാപ്തരാകുകയും. അപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയാൻ നമ്മൾ പ്രാപ്തരാകണം. ഇപ്പോഴും നിങ്ങൾ പ്രാപ്തിയില്ലാത്തവരാ അല്ലേ? പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം അല്ലേ നമ്മൾ നിറഞ്ഞു വരികയും വേണമെന്നും പൗലോസ് പ്രാർത്ഥിക്കുക. ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് വന്ന ഒരു വലിയ പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ച എഫേസ്യ ലേഖനം 3-14 വാക്യങ്ങൾ. ആ പ്രാർത്ഥനയുടെ ആ പൗലോസിന്റെ ആത്മഭാരം നിങ്ങളൊന്ന് മനസ്സിലാക്കി കേട്ടോ. ഞാൻ ചോദിക്കട്ടെ സഹോദര സഹോദരി, നീ തകർന്ന അനുഭവമല്ലേ? ഞാൻ പറഞ്ഞില്ലേ, നീ ഉടഞ്ഞ അനുഭവമല്ലേ? നീ എന്നും സങ്കടത്തിലെ ദുഃഖത്തിലല്ലേ? നിനക്ക് ഉയരാൻ താല്പര്യമുണ്ടോ? വളരാൻ താല്പര്യമുണ്ടോ? സമാധാനം നീ ആഗ്രഹിക്കുന്നുണ്ടോ? സ്നേഹത്തിൽ വേരൂന്നി ജീവിപ്പം നീ ആഗ്രഹിക്കുന്നുണ്ടോ? പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നീ നിറയാൻ പ്രാപ്തനാണെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ക്രിസ്തു എന്ന നിറവിനോളം വളരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ നീ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ വിശ്വാസത്താൽ ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ വസിക്കാൻ വേണ്ടി നീ നിന്റെ ഹൃദയത്തെ വിട്ടുകൊടുക്കണം. പ്രൈസലോ, ഹല്ലേലൂയ. ഈ ലോകം നമുക്കൊരിക്കലും ശാശ്വതമല്ല. ഈ ലോകം നമുക്ക് അനുകൂലമല്ല. ഈ ലോകം എന്നും നമുക്ക് പ്രതികൂലമാണ്. ലോകത്തെ നോക്കിയാണ് നീ ജീവിക്കുന്നതെങ്കിൽ നീ ലോകത്തോടുകൂടി അസ്തമിക്കും. ഈ കാണുന്ന ലോകം ശാശ്വതമല്ല. ഇത് ഇളക്കമുള്ള ഭൂമിയാണ്. ഇളക്കമുള്ളതിനെ മാറ്റിയിട്ട് ഇളകാത്തതിനെ സ്ഥാപിക്കാൻ വേണ്ടി നമ്മുടെ യേശു വരും. ഹല്ലേലൂയ. ഇന്നും നിന്റെ ഹൃദയത്തിനകത്ത് ഇളക്കത്തോടു കൂടിയാണ് നടക്കുന്നെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ മടങ്ങി വരിക. രക്തം ചെയ്യും. നിനക്ക് നാളെ എന്ന് പറയുന്ന ഒരു ദിവസം കിട്ടിയില്ലെങ്കിൽ നിന്റെ ജീവിതം തകർന്നത് തന്നെയാണ്. നാളെ എന്ന് പറയുന്ന ഒരു ജീവിതം ദൈവം നമുക്ക് വെളിപ്പെടുത്താത്തത് കൊണ്ടാണ്. നാളെയെ കുറിച്ച് നമ്മുടെ പ്രതീക്ഷകളാണ്, നമ്മുടെ ആഗ്രഹങ്ങളെ, പ്രത്യാശകൾ നമ്മളാ പറയുന്നത്. നാളെ എന്താണെന്ന് നമുക്കറിയില്ല അല്ലേ? ഇന്നലകളെ കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും.
ഇന്നിപ്പം ജീവിക്കുന്ന ഈ സമയം വരെ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. അടുത്തൊരു മിനിറ്റിൽ എന്ത് സംഭവിക്കുമോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ നിൽക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട്, നീ കടന്നു പോകുന്ന മേഖലയിരുന്നുണ്ട്, ഏത് രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് ജോലിയുടെ തിരക്കിന്റെ സമയത്താണെങ്കിൽ ഈ വചനം നീ ശ്രവിക്കുന്നുണ്ടെങ്കിൽ ശ്രോതാവേ, നിനക്ക് എന്നോട് കൂടെ പറയാമോ? ഹല്ലേലൂയ. വിശ്വാസത്തിൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ, കർത്താവേ വിശ്വാസത്തിൽ ക്രിസ്തു എന്റെ ഹൃദയത്തിൽ വസിക്കണമേ. ആ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി ഹല്ലേലൂയ ക്രിസ്തുവിന്റെ നിറവിനോളം പ്രാപ്തരാകുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നീ പറയുമ്പോൾ യേശു നിന്റെ ഹൃദയത്തിനകത്ത് വസിപ്പാൻ തയ്യാറാകും. അതിന്റെ ഹൃദയത്തെ നീ ദൈവത്തിന് കൊടുക്കണം. അവനെ വായ് കൊണ്ട് നീ രക്ഷകനായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതുന്നുണ്ട്, അവനെ കൈക്കൊണ്ട്. ആരെയാണ് അവനെ എന്ന് പറയുമ്പോൾ? ക്രിസ്തുവിനെ, യേശുവിനെ. ലോകത്തിൽ പലരെയും കൈക്കൊള്ളാം. അവനെ കൈക്കൊണ്ട്, ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നു. ഈ ഭൂമിയിൽ നമ്മുടെ അപ്പനും അമ്മയ്ക്കും നമ്മൾ ജനിച്ചെങ്കിലും നമ്മൾ രണ്ടാമതൊരു ജനനം നമുക്ക് ആവശ്യമാണ്. വീണ്ടും ജനനം. അത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാപിതാവായി സ്വീകരിക്കുമ്പോൾ, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ, നീ എന്നവിടെ പറയുന്നത്, നീ നിങ്ങളുടെ പേരിട്ടാൽ മതി, രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യണമെന്നുള്ള രക്ഷയുടെ സന്ദേശം, കൽപ്പന റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് നിങ്ങൾക്കും എല്ലാ വചനം ബാധകമാണ്. ഞങ്ങളൊക്കെ ആ വചനം പറഞ്ഞ് ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് വിശ്വാസത്താൽ ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ വസിപ്പാൻ ഇടം കൊടുത്തു. പണ്ടൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തു അല്ലായിരുന്നു. ഹല്ലേലൂയ. പണ്ടൊക്കെ എന്റെയൊക്കെ ഹൃദയത്തിനകത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ അണുബോംബ് എന്നൊക്കെ പറയത്തില്ല, ഇന്നത്തെ അങ്ങനെ മഹാബോംബുകളായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഏപ്രിൽ മാസം 1-ാം തീയതി ആകുമ്പോൾ ഏപ്രിൽ പൂൾ ഇറക്കാനായിട്ട് എല്ലാവരും വരുമല്ലോ എന്ന് പറഞ്ഞവരെ, നമ്മുടെ ഉള്ളിൽ ഈ ഏഷണയുടെയും നുണയുടെയും കുറ്റാരത്തിന്റെയും ചതിവിന്റെയും വഞ്ചനയുടെ ഒക്കെ മഹാബോംബുകൾ, അണുബോംബ് പോലെ ഉള്ളതും കണ്ടാൽ രാവിലെ എഴുന്നേറ്റ് വരുന്നത്. ആർക്ക് നേരെ പൊട്ടിക്കണം, ആർക്ക് നേരെ പ്രയോഗിക്കണം. അങ്ങനെ കൂറ്റൻ ബോംബുകൾ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന, മാലിന്യം കൊണ്ട് നിറയപ്പെടും, മറ്റുള്ളവർക്ക് നാശം വരുത്തിക്കൊണ്ടിരുന്നതിന്റെ ഹൃദയത്തിന്റെ അശുദ്ധിയെ നീ നീക്കിക്കളഞ്ഞിട്ട്, ഹല്ലേലൂയ, വിശ്വാസത്തിൽ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ വസിക്കണം. ഞാൻ പറഞ്ഞു, പണ്ടൊക്കെ ഞങ്ങളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നേ. എന്റെന്ന് തന്നെയല്ല, എന്നെ പോലെ ഒരുപാട് പേര് അങ്ങനെ ഉണ്ട്. അല്ലേ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാനൊരു യസോദം കള്ള് ഷാപ്പിലേക്ക് ഓടുക. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ രാവിലെ എഴുന്നേറ്റ് കള്ള് ഷാപ്പിൽ പുല്ലിന്റെ മുമ്പിൽ പോയി ക്യൂ നിൽക്കുമായിരുന്നു. കാരണം രാവിലെ ആദ്യം വന്ന് കള്ള് ഷാപ്പുകാരൻ തുറന്ന്, എനിക്കൊന്ന് 6:15 തുറക്കുമായിരുന്നു അന്ന്. അല്ലേ, തുറന്നാലുടൻ കള്ള് മേടിച്ചു കുടിക്കണം. എന്നിട്ട് ആ ഞെളിഞ്ഞ് റോഡിലൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മളെന്തോ നേടിയതുപോലെ. അല്ലേ, ഇത്രയും വിവേകശൂന്യമായ ജീവിതം, അനുഭവങ്ങളൊക്കെ കേട്ടോ. അല്ലേ, ഇവിടെ പൗലോസ് പറയുക, പൗലോസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സാന്നിധ്യം മുട്ടുകുത്തുന്നു. പൗലോസ് പ്രാർത്ഥിക്കുക, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ്, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. നിന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറുവാൻ, നിന്റെ ഭാര്യയുടെ വഴിവിട്ട ജീവിതം മദ്യപാനം മാറുവാൻ, നിന്റെ മക്കളുടെ ലഹരിയിൽ നിന്ന് വിടിവിക്കപ്പെടുവാൻ നീ പൗലോസിനെ പോലെ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. സമാധാനമില്ലാത്ത ഭൂമിയിൽ പ്രശ്നങ്ങളാൽ നിറയപ്പെട്ട കുടുംബം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുമ്പോൾ നീ ദൈവത്തിന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. എന്തിനാണ് നിന്റെ ഭവനത്തിലുള്ളവരുടെ ഹൃദയത്തിൽ ക്രിസ്തു വിശ്വാസത്തിൽ വസിക്കുവാൻ വേണ്ടി കർത്താവ് ഇവരെ അതിനെ ഒരുക്കണമെന്ന് പറഞ്ഞ് നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവം തരും. അല്ലേ, പരിഹാരം തേടി നീ അതിലേരിയൊന്നും നടക്കരുത് കേട്ടോ. അല്ലേരിയ, ആമേനല്ലിയ. ഇന്നത്തെ ക്രൈസ്തവ വിശ്വാസം പരിഹാരം തേടി എവിടെയെല്ലാം പോകുന്നു, കുന്നുകയറുന്നു, മല കയറുന്നു, ഇറങ്ങുന്നു, എന്തെല്ലാം ശരീരത്തെ ദണ്ഡിപ്പിക്കുന്നു. എന്നിട്ട് വല്ല സമാധാനം. ക്രിസ്തു വിശ്വാസത്തിൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ചു. ക്രിസ്തു നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നിന്റെ ജീവിതം തന്നെ ഒരു സ്വർഗമാണ്, നിന്റെ കുടുംബം തന്നെ ഒരു സ്വർഗമാണ്. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അനുഭവം, ക്രിസ്തുവിന്റെ ആ അനുഭവത്തെ, ക്രിസ്തുവിന്റെ സന്തോഷത്തെ നിന്റെ ഉള്ളിൽ നിറയുവാൻ തുടങ്ങും. അപ്പൊ ലവോദിക്ക സഭയുടെ വലിയ ദൂതൻ എഴുതുമ്പോൾ പറയുന്നത്, ക്രിസ്തു വലിയ സഭയുടെ വാതുക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ലവോദിക്ക സഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ
ക്രിസ്തു സഭയുടെ വാതിക്കൽ വന്ന് മുട്ടുന്നു എന്നാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം 3:20 അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എഴുതിക്കുന്നു, അവൻ ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അല്ലേലി അത്താഴം കഴിക്കുമെന്ന് അവിടെ എത്തിച്ചിരിക്കുക. അപ്പം ക്രിസ്തു സഭയുടെ വാതിക്കൽ വന്ന് മുട്ടുന്നു എന്ന് പറയുമ്പോൾ അല്ലേലിയ ക്രിസ്തു സഭയുടെ പുറത്താണെന്നുള്ളതാണ്. അല്ലേലിയ തുടർന്ന് കർത്താവിന്റെ ഒരു അസാധാരണമായ ശബ്ദം മുഴങ്ങുക, ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു. അല്ലേലിയ ഇതിൽ നിന്ന് ക്രിസ്തു സഭയുടെ വെളിയിലാണെന്ന് മനസ്സിലാക്കാം. അപ്പം ക്രിസ്തുവിടെ സഭയ്ക്ക് വെളിയിലാണ്, ദൈവാലയത്തിന് വെളിയിലാണ്, ദൈവത്തിന്റെ മന്ദിരത്തിന് വെളിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ മന്ദിരം നമ്മളാണ്. ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ മഹാദൈവാലയം ഞാനും നിങ്ങളുമാണ്. നമ്മുടെ ഹൃദയമാകുന്ന മന്ദിരത്തിന്റെ മുമ്പിൽ, നമ്മുടെ ഹൃദയമാകുന്ന മന്ദിരത്തിന്റെ മുമ്പിൽ വന്ന് യേശു പറയുകയാണ്, ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടാൽ, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടാൽ, അല്ലരിയ കേട്ടു, ആരെയും ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിയും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ ഇല്ലെന്നുള്ളതാ. നിന്നെ കണ്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല. നിന്നെ കണ്ട നല്ല അതിസുന്ദരിയ, കോമളനാണ്, അല്ലേരിയ പവിത്രനാണ്, നിർദോഷനാണ്. നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള, നല്ല നിറമൊക്കെയുള്ള, ചോര കൊടുക്ക പോലെയൊക്കെ നിന്നെ കണ്ട നല്ല സൗന്ദര്യമാണ്, നല്ല അഴകാ. ചിലർ പറയും ആ കുട്ടി നല്ല അഴകുള്ള വീട്ടിലെ കുട്ടിയാ, ആ കുട്ടിക്ക് നല്ല അഴകാണ് നിൽക്കുന്നവർ പറഞ്ഞു. ഞങ്ങളൊക്കെ പറയാം അവൻ നല്ല അഴകുള്ളവനാണ്, നല്ല അഴകുള്ളവളാണ്, അവൻ നല്ല അഴകുള്ള വീട്ടിലെ കുട്ടിയാ. നീ എത്ര അഴകുള്ളവനാണെങ്കിലും, സുന്ദരനാണെങ്കിലും, കോമളനാണെങ്കിലും, പവിത്രനാണേലും, അല്ലേലിയ ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ നീ ജഡമാണ്. പ്രൈസറോ, നമ്മുടെ സൗന്ദര്യത്തിലല്ല യേശു വസിക്കുന്നത്. നമ്മുടെ സൗന്ദര്യത്തിലും പണത്തിലും സമ്പത്തിലും പാരമ്പര്യത്തിലും നമ്മുടെ ജംഗമ സ്വത്തുക്കളുടെ അവകാശങ്ങളും പിതാക്കന്മാർ 4 തലമുറയ്ക്ക് 5 തലമുറയ്ക്ക് തിന്നാൻ ഉണ്ടാക്കിയിട്ടത് കൊണ്ടൊന്നും ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകാനോ ഇല്ലെന്നില്ല. അല്ലേലിയ ലോകം നിന്റെ ഹൃദയത്തിലുണ്ടാകും. പക്ഷേ ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് കൊടുക്കണം. അതുകൊണ്ടാണ് യേശു ലവോദിക്ക സഭയോട് പറയുന്നത്, ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്ന സഹോദര സഹോദരി, നിന്റെ ഹൃദയവാതിൽ തുറക്ക്. നിന്റെ ഹൃദയത്തിൽ ഞാനില്ല, നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ, നിന്റെ ഹൃദയ സിംഹാസനത്തിൽ എനിക്ക് വാസം ചെയ്യാൻ ഇടണ്ട, നിന്റെ സകല പ്രശ്നങ്ങളും മാറും. ഹല്ലേലൂയ. സഹോദര സഹോദരി, നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി വിട്ടുകൊടുക്ക്. നിന്റെ ഹൃദയവാതിൽ യേശു വേണ്ടി വിട്ടുകൊടുക്ക്. അവൻ നിന്നെ സഹായിക്കും. നിന്റെ ഭാര്യ നിന്നെ സഹായിക്കത്തില്ല, മക്കൾ നിന്നെ സഹായിക്കത്തില്ല, ഭർത്താവ് നിന്നെ സഹായിക്കത്തില്ല, നിന്റെ മാതാപിതാക്കളോ സന്തത സഹചാരികളോ ഒറ്റ മിത്രങ്ങളോ ഒന്നും നിന്നോട് കൂടെ സഹകരിക്കത്തില്ല, നിന്നെ സഹായിക്കണമെന്നില്ല. പക്ഷെ ഏത് സാഹചര്യത്തിലും, ഏത് കഷ്ടതയിലും, ഏത് സങ്കടത്തിലും, ഏത് ദുരിതത്തിലും, ദുഃഖത്തിലും, കണ്ണുനീരിന്റെ നടുവിലും നിന്റെ ഇല്ലായ്മയുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിന്റെ ഹൃദയത്തിൽ വസിപ്പാൻ ആഗ്രഹിക്കുകയും നിന്നെ സഹായിപ്പാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ യേശുക്രിസ്തു മാത്രമാണ്. രക്തം ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, അല്ലേലൂയ, ക്രിസ്തു സഭയുടെ പുറത്താണ്. ക്രിസ്തു സഭയുടെ പുറത്ത് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ആന്തരികമായ ദേവാലയത്തിലേക്ക് നോക്കുന്നത്. ഞങ്ങളുടെ പള്ളിയിൽ യേശുവില്ല, ഞങ്ങളുടെ സഭയിൽ യേശുവില്ല. അല്ലേലൂയ, അങ്ങനെയല്ല ചിന്തിക്കുന്നത്. നമ്മളാണ് ദൈവത്തിന്റെ സഭ, ഞാൻ നീയുമാണ് ദൈവത്തിന്റെ സഭ. അല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിലാണ് യേശു വസിക്കേണ്ടത്. അതുകൊണ്ട് കർത്താവ് പറയുക, അല്ലേലൂയ, എന്നോട് കേൾക്കുന്ന ഇത് ദൈവത്തോടുള്ള കൂട്ടായ്മ. ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുന്ന ക്രിസ്തുമായുള്ള ഒരു കൂട്ടായ്മയാണ്. യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയാണ്. കർത്താവ് നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരും, നിന്റെ ഹൃദയത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. അവൻ നിന്റെ ഹൃദയത്തിൽ വസിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഹൃദയം എനിക്കതാ, ഞാൻ അതിൽ വസിക്കട്ടെ എന്ന് സ്നേഹത്തോടുകൂടി കർത്താവ് പറയുക. പ്രൈസലോ. നിങ്ങൾക്ക് മാതാപിതാവേ, നിന്റെ ഹൃദയം എനിക്കതാ, നിന്റെ ഹൃദയം എനിക്കതാ, നിന്റെ ഹൃദയം എനിക്കതാ. ഞാൻ നിന്റെ ഹൃദയത്തിൽ വസിക്കട്ടെ. ഞാൻ നിന്റെ നായകനായി, നിന്റെ നാഥനായി, നിന്റെ രക്ഷകനായി, നിന്റെ വീണ്ടെടുപ്പുകനായി, നിന്നെ സ്നേഹിക്കുന്നവനായി, നിന്റെ ഭർത്താവായി, ഞാൻ നിന്റെ ഹൃദയത്തിൽ വസിക്കട്ടെ എന്ന് യേശു നിന്റെ ഹൃദയവാതിക്കൽ വന്ന് മുട്ടുകയായി. യേശു പറയാ, നിന്റെ ഹൃദയത്തിൽ ഞാനില്ല, നിന്റെ ഹൃദയത്തിൽ വലത്ത് പൊട്ടയാണല്ലി തൊട്ട് മലമ്പാമ്പ് വരെ നിന്റെ ഹൃദയത്തിലുണ്ട്. അതിനെ നീ ഇറക്കി കളഞ്ഞിട്ട്
നിന്റെ ഹൃദയം എനിക്ക് താ സഹോദരി, നിന്റെ ഹൃദയം എനിക്ക് താ സഹോദര. യുവതി യുവാക്കന്മാരോട് യേശു പറയാം, മകനെ മകളെ, നിന്റെ ഹൃദയം എനിക്ക് താ. നിന്റെ ഹൃദയവാതികൾ ഞാൻ മുട്ടുന്നു. ദിവസങ്ങളായി, നാളുകളായി, വർഷങ്ങളായി, മാസങ്ങളായി നിന്റെ ഹൃദയം എനിക്ക് വേണ്ടി തുറന്നാൽ ഹല്ലേലൂയ, ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് വരും. നിന്റെ സങ്കടങ്ങൾ മാറും, നിന്റെ അല്ലലകൾ മാറും, നിന്റെ കണ്ണുനീരെല്ലാം മാറും. നീ ഇന്നുവരെ അനുഭവിച്ചില്ലാത്ത സന്തോഷം നിന്റെ ഹൃദയത്തിന്റെ അകത്ത് വരുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അത് ഈ ലോകത്തെ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഇറക്കിവിട്. സാത്താനെ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഇറക്കിവിട്. ഹല്ലേലൂയ. യേശുവിന് ഹൃദയം കൊടുക്കണം. ഹല്ലേലൂയ. അപ്പൊ അന്ന് പ്രിയന്റെ മണവാട്ടിയും മണവാളിനെയും വെളിയിൽ നിർത്തിയിരുന്നു എന്ന് ആമേൻ ഉത്തമഗീതം എന്ന് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. പണ്ട് ഈ ശൂന്യക്കാരത്തി എന്ത് ചെയ്തു? ക്രിസ്തുവിനെ വെളിയിൽ നിർത്തി. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് എങ്ങനെയാണ്? ഉത്തമഗീതം അല്ലെങ്കിൽ 5-ാം അധ്യായം അതിന്റെ 2 സ്തോത്രം 2 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ പറയുമ്പോഴാണ് വായിക്കുന്നത്. കാന്തയുടെ 2ാമത്തെ വിരക സ്വപ്നത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തുമ്പോൾ ഇങ്ങനെ പറയുന്നു: ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ആമി ഉണർന്നിരിക്കുന്നു. വാതിക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം, എന്റെ സഹോദരി, എന്റെ പ്രിയേ, എന്റെ പ്രാവേ, എന്റെ നിഷ്കളങ്കയെ തുറക്കുക. നിന്റെ ശിരസ് മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന മഞ്ഞുതുള്ളി കൊണ്ടും നനഞ്ഞിരിക്കുന്നു. എന്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു, അത് വീണ്ടും ധരിക്കുന്നത് എങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു, അവയെ മലിനമാക്കുന്നത് എങ്ങനെ എന്ന് ലേരിയ ഈ പ്രിയനോട് പറയുന്ന ഒരു സന്ദേശമാണ്. ശൂന്യക്കാരിയുടെ 2ാമത്തെ വിരക സ്വപ്നമാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഹല്ലേലൂയ. ഇന്ന് തന്റെ വിവാഹ ദിവസത്തിനായി കാന്ത ആശ്ചര്യമായി കാത്തിരിക്കുമ്പോൾ അവൾ മറ്റൊരു സ്വപ്നം കാണുകയാണ്. അവൾ ഉറങ്ങുമ്പോൾ അവളുടെ പ്രിയതമൻ മഞ്ഞുകൊണ്ട് നനഞ്ഞവനായി അവളെ തേടി വന്ന് കതകിൽ മുട്ടി വിളിക്കുന്നു എന്നായിരുന്നു അവളുടെ ആ സ്വപ്നം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു സ്വപ്നം എന്നിട്ട് മുട്ടി വിളിക്കുന്ന ആ സ്വപ്നം ഉറക്കത്തിലായതിനാൽ എഴുന്നേറ്റ് വരുവാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് അവൾ ചിന്തിക്കുക. മാത്രമല്ല, തന്റെ ഊരിയ അങ്കി വീണ്ടും ധരിപ്പാൻ ബുദ്ധിമുട്ടാണെന്നും കാലുകളെ കഴുകി കിടന്നതിനാൽ വാതിൽ തുറക്കാൻ എഴുന്നേൽക്കുമ്പോൾ കാലുകൾ വീണ്ടും മലിനമാകുമെന്നും ഒക്കെ അവൾ തന്റെ പ്രിയനോട് ഉറക്കത്തിൽ പറയുക. സ്വപ്നമല്ലേ? ഹല്ലേലൂയ. പ്രിയൻ എന്നിട്ടോ വാതിക്കൽ വിട്ട് അവർ ഹൃദയവാതിക്കൽ കിട്ടുക. ഹല്ലേലൂയ. അമ്മേ സോദർ. ഏതായാലും ഒടുവിൽ അവൾ മനസ്സോടെ എഴുന്നേറ്റ് കതക് തുറന്നപ്പോഴേക്കും അവളുടെ പ്രിയൻ പോയി കളഞ്ഞു. പ്രിയം വന്ന് വാതിക്കൽ വന്ന് മുട്ടി. അവൾ സ്വപ്നം കാണുകയാണ്. അവൾ ഒരുപാട് ഉപാധികൾ പറയുക. അവസാനം അവൾ മനസ്സോടെ എഴുന്നേറ്റു. പ്രിയൻ എത്രയും എന്റെ ഹൃദയവാതിക്കൽ വന്ന് മുട്ടിയതല്ലേ, എന്റെ ഭവനത്തിന് വാതിൽ വന്ന് മുട്ടിയതല്ലേ. മനസ്സോടെ അവൾ എഴുന്നേറ്റ് വന്ന് പ്രിയനെ തേടി വന്നപ്പോൾ പ്രിയൻ പോയി കളഞ്ഞു. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത്, എത്രയോ തവണകൾ നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം അയച്ചു. എത്രയോ സന്ദേശങ്ങൾ നിന്റെ ഹൃദയത്തിൽ കേട്ടു. നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ തൊട്ട്, വീട്ടിലെ റേഡിയോ തൊട്ട്, TV തൊട്ട് തുടങ്ങിയ വിവിധ മാധ്യമങ്ങളിലൂടെ നീ എത്രയോ പ്രാവശ്യം യേശുവിനെ കുറിച്ച് കേട്ടു. വിശ്വാസത്താൽ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ വസിക്കാൻ വരം ലഭിക്കാൻ വേണ്ടി നീ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിന്റെ ഹൃദയത്തെ, നിന്റെ കൂടാരമാകുന്ന ശരീരത്തെ അവന്റെ മന്ദിരമാക്കി കൊടുക്കാൻ വേണ്ടി എത്രയോ തവണ ഈ ദൈവത്തിനെ നിന്റെ കാതുകളിൽ കേൾപ്പിച്ചു. ശൂന്യക്കാരി കണ്ട വിരക സ്വപ്നം പോലെ നീ എത്രയോ പ്രാവശ്യം ദൈവത്തിനോട് ഇടപെട്ട് അവിടെയെല്ലാം നീ ഓരോരോ ഉപാധികൾ പറഞ്ഞ് നീ മാറിപ്പോവുകയല്ലേ ചെയ്തത്. അവസാനം നീ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ പ്രിയൻ നിന്നെ വിട്ടുപോയി. ഇപ്പോൾ നിന്റെ ജീവിതം ചതഞ്ഞരഞ്ഞ ഒരനുഭവമല്ലേ? ഹല്ലേലൂയ. അങ്ങനെ ഇപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ പ്രിയൻ പോയി. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയൻ ഹല്ലേലൂയ തുറന്നപ്പോഴേക്കും അവളുടെ പ്രിയൻ പോയി കഴിഞ്ഞു. അവൾ ഹൃദയഭാരത്തോടെ പ്രിയനെ അന്വേഷിച്ച് പട്ടണത്തിൽ അലഞ്ഞു തിരിഞ്ഞു. അവൾ പ്രിയനെ അന്വേഷിച്ച് അലഞ്ഞു തിരിയുക. ഹല്ലേലൂയ. രാത്രിയിൽ ധരിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് മൂടുപടം അണിഞ്ഞുകൊണ്ട് അവൾ യാത്ര ചെയ്തതിനാൽ, അവൾ ഇട്ടിരുന്ന രാത്രി ധരിക്കുന്ന വസ്ത്രമാണ്. മൂടുപടം അണിഞ്ഞുകൊണ്ട് അവൾ അർദ്ധരാത്രി പട്ടണത്തിലൂടെ സഞ്ചരിക്കുന്നത് കാവൽക്കാർ കണ്ടിട്ട് അവളൊരു വേശ്യയാണെന്ന് തെറ്റിദ്ധരിച്ച്
അവളെ അടിച്ച് മുറിവേൽപ്പിക്കുകയും അവളുടെ മൂടുപടം എടുത്തു കളയുകയും ചെയ്തു. അവള് പ്രിയനെ അന്വേഷിച്ചു പോരാ. അവൾ വീട്ടിൽ വിരഹസ്വപ്നം കൊണ്ട് പ്രിയനവരുടെ ഹൃദയത്തിന്റെ വാതിക്കൽ വന്ന് മുട്ടി. അവള് സമയം കൊടുത്തില്ല, അവൾ ഹൃദയം തുറന്നില്ല. അവസാനം അവളുടെ ഇഷ്ടത്തിന് സമയത്ത് എഴുന്നേറ്റ് വന്ന് പ്രിയം പോയി. രാത്രി വസ്ത്രം ധരിച്ച് മൂടുപടം ഇട്ടുകൊണ്ട് പട്ടണത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ പട്ടണകാവൽക്കാരൻ കണ്ട് അവളുടെ മൂടുപടം നീക്കി അവളെ തല്ലിച്ചതച്ച് മുറിവേൽപ്പിച്ച് അവൾ വേശിയാണെന്നാണ് ചിന്തിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഇവിടെ പ്രിയതമന്റെ പ്രിയെ പറ്റി അല്ല, ക്രിസ്തു പ്രത്യുത തന്റെ പോഷത്വത്തെ പറ്റിയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇവിടെ എന്താണ് നമ്മുടെ പോഷത്വത്തെ കുറിച്ച് കാണിക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിതരാ, ഇവിടെ ശൂന്യക്കാരി എന്ന് പറയുന്ന സഭയ്ക്ക് നിഴലിന, പ്രിയ എന്ന് പറയുന്ന ക്രിസ്തുവിന് നിഴലിന. അതേ സഭയോട്, ദൈവത്തിന്റെ സഭയോട്, നിന്നോട് എത്രയോ നാളുകളായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതിന്റെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കുക. ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, ഹല്ലേലൂയ, ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ശലോമനുത്തമഗീതം 5:2 ഞാൻ വാക്യം എഴുതുമ്പോൾ വെളിപ്പാട് പുസ്തകം 3:20 യോഹന്നാൻ എഴുതി വെച്ചിട്ട് വായിച്ചിട്ട് പൗലോസ് പറഞ്ഞ് ഈ വാക്യം വായിക്കണം. എന്താണ്? ആമേ, വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം ലഭിക്കാൻ നിങ്ങൾ ദൈവത്തിന് മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നീ കർത്താവിന് വളരെ വിലപ്പെട്ടവനാണ്. കർത്താവിന് വളരെ വിലപ്പെട്ടവനാണ്. ഹല്ലേലൂയ. നീ കർത്താവിൻ്റെതാണ്. നിന്നെ ലോകം തട്ടിയെടുപ്പാനിടയാകരുത്. നിന്റെ രോഗം തട്ടിക്കൊണ്ടു പോകാനിടരുത്. ഈ ലോകമെന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ശാശ്വതമല്ല ശ്രോതാവേ. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ വചനത്തിന് വേണ്ടി അവൻ സമയം ഇപ്പം ശാപം മുറിക്കലൊക്കെ വീണ്ടും ഇപ്പൊ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. അങ്ങനെ തീർമാനമായി മുറുക്കി, എന്നും മുറുക്കിയില്ല. നീ പോയി വഞ്ചിക്കപ്പെടരുത്. കഴിഞ്ഞ ദിവസം കണ്ടില്ല, അന്യഭാഷയെ പോലും അന്യായ ഭാഷയാക്കി മാറ്റിക്കൊണ്ട് ഓരോരുത്തരും പണമുണ്ടാക്കുന്ന ശുശ്രൂഷകൾ നിന്നെ വശീകരിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? ആരുടെയും വശീകരണത്തിൽ വചനത്തിൽ നീ വീണുപോകും. വചനത്തെ നീ വിശ്വസിക്ക്. വചനം നിന്റെ ജീവിതത്തിൽ പ്രവചന ദൂതായി ഈ പ്രഭാതത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് പറയും, ദൂത് നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ ഞാൻ മുട്ടുന്നു എന്നുള്ളതാണ്. ആമേ, ശൂന്യകാരിയെ പോലെ നീ ഒഴിവ് കഴിവ് പറഞ്ഞ് മാറി പോകാതെ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ മടങ്ങി വന്നിട്ട് ഹൃദയം യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്ക. രക്തം ചെയ്യും. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ എന്താണ്? സ്വർഗീയ മഹത്വത്തിന്റെ രാജാവ് നിങ്ങൾക്കുള്ളിൽ വസിക്കുവാനായി വരുന്നത് എത്രമാത്രം ഭാഗ്യമേറിയതാണ്. ലേരിക്കുന്ന ഓർത്തുവെക്കി. ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടിച്ചവൻ, 7 കടലിനെ സൃഷ്ടിച്ചവൻ, 7 കരയെ സൃഷ്ടിച്ചവൻ, ഹല്ലേലൂയ. ആമേ, സകലത്തിന്റെ ഉടയൻ, ബ്രഹ്മാണ്ടത്തെ അടക്കി വാഴുന്നവൻ, കടാകത്തിന്റെ അഖിലാണ്ടത്തിന്റെ ഉടയവനായിരിക്കുന്ന മഹാദൈവം, ഹല്ലേലൂയ. ഈ ആമേൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കാനായിട്ട് വരുന്നത് എത്ര ഭാഗ്യമേറിയ അനുഭവമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, സങ്കീർത്തനം 24:7-8 വാക്യം പറഞ്ഞത്, വാതിലുകളിൽ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ, ഹല്ലേലൂയ, ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ എന്ന് സങ്കീർത്തനം രേഖപ്പെടുത്തിയത്. അതേ മഹത്വത്തിന്റെ രാജാവ് നിന്റെ ഹൃദയത്തിലേക്ക് വസിപ്പാൻ, നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ വേണ്ടി, ഹല്ലേലൂയ, നീ ഹൃദയവാതിലൊന്ന് തുറന്നു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യുവതിവാക്കുന്നവർ പറയട്ടെ, ലോകത്തിന്റെ മോഹങ്ങളിൽ നീ വീണ്ടും മരിച്ചു പോകരുത്. ലോക ഇഷ്ടങ്ങളിൽ വഴുതി വീഴരുത്. ഇവിടുത്തെ പാപസുഖങ്ങളിൽ നീ സന്തോഷിക്കരുത്. നിങ്ങൾ എന്തെല്ലാം പാപത്തിന്റെ പുണ്യത്തെ കുറിച്ച് പറഞ്ഞാലും ഞാനത് സമ്മതിക്കാത്ത ആളാണ്. കാരണം എന്റെ ജീവിതത്തിൽ 25 വർഷം കൊടിയ പാപം, കൊടിയ വിഷം എന്ന് പറഞ്ഞ പോലെ കൊടിയ പാപത്തിൽ ജീവിച്ച ആളാണ് ഞാൻ. ഹല്ലേലൂയ. അവിടെ നിന്നാണ് എന്നെ കർത്താവ് വിളിച്ച് വേർതിരിച്ച് എന്റെ ഹൃദയവാതിൽ കർത്താവിന്റെ തുറന്നു കൊടുത്ത് അവന്റെ മന്ദിരമായി, അവന്റെ ശരീരമായി മാറി ശ്വാസത്തിൽ ക്രിസ്തു എന്റെ ഹൃദയത്തിൽ വസിച്ചപ്പോഴാണ് ഞാൻ യേശു ക്രിസ്തുവിന്റെ സന്തോഷം തിരിച്ചറിഞ്ഞത്. ആമി എന്റെ 36 വയസ്സ് വരെ ശൂന്യകാരിയെ പോലെ ആമി ക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ വന്ന് മുട്ടിയിട്ട് ഒഴിവ് കഴിവ് പറഞ്ഞ് ഞാനും മടങ്ങിപ്പോയി. അങ്ങനെ പ്രിയൻ മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അവനെ അന്വേഷിച്ചിറങ്ങി പട്ടണത്തിലൂടെ അലഞ്ഞിരിഞ്ഞ് അവൾ നടന്നതുപോലെ ഞാനും അലഞ്ഞിരിഞ്ഞ് നടന്ന് അവസാനം മുറിവേൽക്കപ്പെട്ടവനായി.
ആർക്കും വേണ്ടാത്തവനായി, നിന്ദിക്കപ്പെട്ടവനായി, അപമാന പാത്രമായി, ജീവിതം തകർന്ന് നിരാശയായി, ആത്മഹത്യ മതി എന്നൊക്കെ ചിന്തിച്ച് ജീവിതത്തിന്റെ നടുവിലാണ് ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് യേശുവിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞത്. അതൊരു വചനം എനിക്ക് ഭയങ്കര മധുരമാണ്. എങ്ങനെ തേനിനേക്കാൾ മധുരയാണ്, തേൻകട്ടേക്കാൾ മധുരം വേറിയതാണ് ദൈവത്തിന്റെ വചനം എന്റെ ജീവിതത്തിൽ എന്നെ നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഹല്ലേലൂയ എന്ന് പറയുക. ആമി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ ആമി പ്രവേശിപ്പിക്കുവാൻ ഉത്സാഹിക്കുക എന്നുള്ളതാണ്. അതിന് ചില വാതിലുകൾ, ചില കഥകളും തടസ്സമായി നിൽക്കുന്നു. ക്രിസ്തു നിന്റെ ഹൃദയത്തെ പ്രവേശിപ്പാൻ ചില വാതിലുകളും ചില കഥകളും നിനക്ക് തടസ്സമായി നിൽക്കുക. അല്ലെങ്കിൽ വാതിലുകൾ കഥകളും നിനക്ക് തടസ്സമായി. നിന്റെ പണവും പ്രഭാവവും പാരമ്പര്യവും നിന്റെ പ്രശസ്തി, നിന്റെ കിരീടവും ചെങ്കോലും, നിന്റെ വിദ്യാഭ്യാസ സഹോദരൻ, നിന്റെ പാരമ്പര്യവും ഒക്കെ നീ മാറ്റിവെച്ചിട്ട്, അങ്ങനെയുള്ള തടസ്സമായി കഥകളും വാതിലുകളൊക്കെ നീ മാറ്റിവെച്ചിട്ട് നിന്റെ ഹൃദയം നീ യേശുവിന് വേണ്ടി കൊടുക്കുക. നിന്റെ ഹൃദയത്തിൽ യേശു വസിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതെ, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ ഇരുളിന്റെ ആധിക്യം മാറിപ്പോകും. ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നിന്റെ നിന്റെ ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ ഭവനത്തിന്റെ ഇരുള് മാറും. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ഭവനം ഇരുളിന്റെ അനുഭവത്തിന്റെ ശൂന്യതയല്ലേ? അധ്വാനിച്ചിട്ട് ഒന്നും നിന്റെ വീട്ടിലില്ലാതെ കുഞ്ഞുങ്ങൾ നിന്റെ മുഖത്ത് നോക്കി കരയുന്ന ദിവസങ്ങളല്ലേ? നീ അധ്വാനിക്കുന്ന മുഴുവൻ വഴിയിൽ നഷ്ടപ്പെട്ടു പോകുകയല്ലേ? നിന്റെ അധ്വാനത്തിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരും. നിന്റെ വിയർപ്പിന്റെ വില നിന്റെ മക്കൾക്ക് ലഭിക്കാൻ കഴിയാതെ അതെല്ലാം നീ ദൂർത്തരിച്ച് കളയല്ലേ സഹോദര സഹോദരി? നിന്റെ കുടുംബത്തിന് എന്നും കണ്ണുനീരല്ലേ? എന്തുകൊണ്ടാണ് ഇരുള് നിന്റെ കുടുംബത്തെ മൂടിയിരിക്കുക? സാത്താന്യ ശക്തി നിന്റെ കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുക. നീ ഉയരുന്നത് പിശാചിന് ഇഷ്ടമില്ല. നീ എന്നും കള്ളു കുടിച്ച് വെരുവഴി കിടക്കണം, ഓടയിൽ കിടക്കണം. നീ നിന്റെ മക്കളും അരഞ്ഞു തിരിഞ്ഞ് നടക്കും. നിന്റെ ഭാര്യ എന്നും നിന്റെ വീട്ടിൽ കണ്ണതിലൂടെ നിന്റെ ഭാര്യ വഴിവിട്ട ജീവിതത്തിലേക്ക് പോകണം. ഇതൊക്കെ പിശാച് ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് നിന്റെ കുടുംബത്തെ സമാധാനമില്ല, കുടുംബത്തെ സ്വസ്ഥതയില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്റെ ഹൃദയത്തിൽ വസിക്കും. ഞാൻ നിന്റെ ഹൃദയത്തിൽ വസിച്ചാൽ നിന്റെ ഇരുളും മാറും. നിന്റെ കുടുംബ സ്വർഗമായി നീ സ്വർഗ സന്തോഷം അനുഭവിക്കും. അതുകൊണ്ട് പൗലോസ് പറയുക, ഹല്ലേലൂയ, വിശ്വാസത്താൽ, ഹല്ലേലൂയ, വിശ്വാസത്താൽ, ഹല്ലേലൂയ, ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി അതിന്റെ വീതി ഉയരവും ആഴവും എന്ന് സകല വിശുദ്ധന്മാരും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. അത് നിനക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചതാ. കണ്ണുകൾ അടച്ചാട്ട്. ആരെങ്കിലും സങ്കടപ്പെട്ട് കണ്ണിന് ദുഃഖത്തിനടിയിലാണെങ്കിൽ ഇന്ന് നിന്റെ ഹൃദയം കർത്താവിൽ വിട്ടുകൊടുക്കും. നിന്റെ ശൂന്യതകളെ മാറ്റിത്തരുന്നവൻ, നിന്റെ വേദനകളെ മാറ്റിത്തരുന്ന, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നവൻ, ഇതുവരെ നീ അനുഭവിച്ച എല്ലാ കഷ്ടങ്ങൾക്കും മറുപടി നൽകുന്ന ദൈവം യേശുവിനുള്ളിൽ ഹൃദയം കൊടുത്ത് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനതയും കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിൽ 100 കോടി ജനം, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കൊടിയിലോട്ട് കോട്ടായിരത്തി വരെ പാർക്കുന്ന വലിയവരും ചെറിയവരും എല്ലാ ദ്വീപവാസികൾ, ആദിവാസി, ട്രൈബൽ മേഖലയായിരിക്കുന്ന ശൈശവത്തിനും ബാല്യത്തിനും കൗമാരത്തിനും യൗവനത്തിനും വാർദ്ധക്യത്തിനും വൃത്തരസന യാചകർ, ഓർഫനേജ്, ചോട്ട തടവറയിലായിരിക്കുന്ന സകല ജനതയും സമാധാനമില്ല, സന്തോഷമില്ല, മദ്യത്തിന്, മയക്കും, ലഹരിക്കും അടിപ്പെട്ട് മാരക രോഗങ്ങളാൽ അതിൽപ്പെട്ട് പാപത്തിന്റെ ശാപത്തിന്റെ വേദന ഇരുളിന്റെ ആധിപത്യത്തിൽ കടന്നു പോകുന്ന കർത്താവ് അനവധി കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി കണ്ണുനീരിലൂടെ കടന്നു സാത്താൻ അനേക കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പോലെ കർത്താവ് ഒരു കൂട്ടം ജനത്തിന് മാനസാന്തരം കൊടുക്കണമേ. രാജ്യരാഷ്ട്ര തലവന്മാർ, വലിയ മത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാം മാനസാന്തരപ്പെടുവാൻ അധർമ്മം വിട്ട് മടങ്ങി വരട്ടമായി പ്രാപ്തിയും തീവ്രവാദവും ഭീകരവും വർഗീയതയും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും കൊടുക്കാതെ മനുഷ്യനെ പെരുവഴി കൊണ്ടുകൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ രക്തം ചൊരിയിക്കുന്ന ടാർക്കുളയുടെ സ്വഭാവമുള്ള രക്താവലിയ അനവധി ആളുകൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിற்கு ഒരു മാനസാന്തരം കൊടുക്കണമേ. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിപ്പാൻ ഹൃദയവാതിക്കൽ യേശു വന്ന് മുട്ടുന്നുള്ള ഈ പ്രിയന്റെ സ്വരം കേട്ട് ഉദാസീനത കൂടാതെ ഒഴിവൊഴിവ് പറയാതെ ഹൃദയവാൽ തുറന്നു കൊടുത്ത് ജനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമക്കൾക്കായി, ദൈവദാസന്മാർക്കായി, ഇപ്പൊ കേരളത്തിൽ ലോകത്തിലെ എല്ലാ ദൈവമക്കളെയും സുവിശേഷം പീഡ അനുഭവിക്കുന്ന ദൈവസഭകൾ, ദൈവമക്കൾ ശരി കിടക്കുന്നതിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഒരു വിടുതൽ ആശ്വാസം കൊടുക്കണമേ. തലമുറയെ വിടിവിക്കണം, ലഹരിയിൽ വിടിവിക്കണമേ, യുവക്കന്മാരെ വിടിവിക്കണമേ, യൗവനക്കാരെ വിടിക്കും, വാർത്തകളും മദ്യത്തെ വിടിവിക്കണമേ, മദ്യരൂപികളുടെ കയ്യിൽ മയക്കുരൂപി ആൾക്കയിൽ അകപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾ വിടിവിക്കപ്പെടണം.
രക്ഷിക്കപ്പെടാൻ, അനാശാസ്യമായി ജഡിക്ക് വ്യഭിചാര പരസാശുദ്ധി വീടടക്കുന്ന ജീവിതം വിടിയിക്കപ്പെട്ട് ഹൃദയം ക്രിസ്തു വേണ്ടി തുറക്കപ്പെടുവാൻ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.